ഹലോ, ആരാ സംസാരിക്കുന്നേ? ഐ എം രജനി. വാട്ട് ഡു യു വാണ്ട്? ഐ ആം മിസ്സസ് സണ്ണിച്ചെറിയൻ. വിൽ യു കൈൻഡ്ലി ഗെറ്റ് ഹിം ഓവർ ദ ഫോൺ? റോങ് നമ്പർ. ഹലോ ഹലോ ഹലോ. നിന്റെ കള്ളൻ ആഹാ, പിള്ളേച്ചൻ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നോ? രാഹുകാലത്തിന് മുമ്പ് ചേർപ്പിക്കാമെന്ന് വെച്ചു. നീലാണ്ടൻ അങ്ങനെ രാഹുകാലൊന്നുമില്ല, അവൻ എപ്പോഴും റെഡിയല്ലേ. അതെ, ഐശ്വര്യമായിട്ട് അങ്ങ് പിടിച്ചു. എന്റെ കർത്താവേ, സ്വാമി ശരണം. ഇതെന്താ 5 രൂപ? കേട്ടോ, ഞാനിത് തനക്ക് വെറുതെ തന്നതാ. മനസ്സിലായില്ല. എന്താ കാലത്തെ തർക്കം? തർക്കമൊന്നുമില്ല. താൻ കഴിഞ്ഞ പ്രാവശ്യം പശുവിനെ കൊണ്ടുവന്നപ്പോ എത്ര രൂപ തന്നത്? 50 രൂപ. പിന്നെന്താ 5 രൂപ? എടോ, ഈ കാര്യം നയാ പൈസ കൂടാതെ സാധിക്കാൻ ഇവിടെ ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. എന്ത് പദ്ധതി? കൃത്രിമ ഗർഭോത്പാദന പദ്ധതി. എന്ത് 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 ഉൽപാദന പദ്ധതി. ഇതെന്തേ പറയണേ? സ്വിറ്റ്സർലാൻഡിൽ നിന്നും കാളകളുടെ ജ്യൂസ് പീച്ചാങ്കുഴലിലൂടെ വലിച്ചെടുത്ത് ഇവിടെയുള്ള പശുക്കൾക്ക് പീച്ചാങ്കുഴലിലൂടെ തന്നെ ഇഞ്ചക്ഷൻ ചെയ്യുക. അതാണ് കൃത്രിമം. എവിടെ ഈ സ്ഥലം? ഇപ്പൊ നമ്മുടെ മൃഗാശുപത്രി തന്നെ. പിള്ളേച്ച, ദൈവം ഓരോന്നിനും ഓരോ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴിയെ പോവാതെ പീച്ചാങ്കോലിന്റെ വഴി കൂടെ പോയാ പശു ചത്തുപോകും. ചത്തുപോണി അങ്ങ് പോട്ടെ, ഞാൻ എന്റെ പശുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ. കൊച്ചുമറിയേ, സംഗതി കുഴപ്പാവൂടി. നിങ്ങൾ നീലാണ്ടനും കൊണ്ട് പോകുമ്പോഴേ ആ മൃഗാശുപത്രി കയറി ഒന്ന് അന്വേഷിക്കണം. ഏയ്, ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ആവശ്യമൊന്നുമില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരുന്നാ പോരെ? അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോകും. അതിനു മുമ്പ് ഇത് ശരിയാക്കിയിട്ടേ പോവൂ. ഓക്കെ. സണ്ണിച്ചായൻ നാളെ പോവാന്നോ? ഒരു മർഡർ കേസിലെ പ്രതിക്ക് ജാമ്യം എടുക്കണം. ഞാൻ പോയാലേ നടക്കൂ. ഇങ്ങനെ കേസുകാര്യങ്ങളുമായി എത്ര കാലം ഓടുക? വീട്ടുകാര്യങ്ങളും കൂടി നോക്കണ്ടേ? അത് നോക്കാൻ നീയില്ലേ? ഇതാരാ ശങ്കരപ്പിള്ളേ? മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, എന്റെ സഹോദരിയുടെ മോനാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ സാറിനോട് പറഞ്ഞായിരുന്നു. ഞാൻ ആ കാര്യം മറന്നുപോയി. ആ, എന്താ പേര്? പേര് പറഞ്ഞു കൊടുക്കടാ. വിഷ്ണു. അതെ, ഇവൻ BSc പരീക്ഷ എഴുതി നിൽക്കുക. സാർ എന്തെങ്കിലും ഒരു ജോലി ഇവന് ഒപ്പിച്ചു കൊടുത്താ എന്റെ മോള് രക്ഷപ്പെടുമായിരുന്നു. ഇവന് ജോലി കിട്ടിയ മോളെങ്ങനെ രക്ഷപ്പെടുക? പെണ്ണിന്റെ മുറച്ചെറുക്കനായവൻ. അവള് വയറ്റിൽ കിടക്കുമ്പോ തന്നെ ഞാനും പെങ്ങളും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി. പെണ്ണിനെ എവനെ കൊണ്ട് സംബന്ധം ചെയ്യിപ്പിച്ചോളാമെന്ന്. അപ്പോ ഇവന് വേണ്ടി മോളെ അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ? ആന്നേ. ആ ധാരണയിൽ യവന്റെ പഠിത്തത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും റിസൾട്ട് വരട്ടെ. എന്തെങ്കിലും ഒരു ജോലി ഞാൻ ഏർപ്പാട് ചെയ്ത് തരാം. അതും കൂടി കഴിഞ്ഞ് ഇവരുടെ കല്യാണവും നടത്തിയ ശങ്കരപ്പിള്ളക്ക് പിന്നെ സമാധാനമായിട്ട് മരിക്കാം. താനിപ്പോ മരിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഹെടോ, സ്വർഗത്തിൽ കോടതിയൊന്നുമില്ല. നരകത്തിലുണ്ട് സാറേ. കള്ളക്കേസ് വാദിച്ചിട്ടുള്ള സകലമാന വക്കീലന്മാരും അവിടെ കാണും. ഞാൻ അവരുടെ ആരുടെയെങ്കിലും കൂടെ ഗുമസ്തനായിട്ട് കൂടിക്കോളാം. ഹലോ, അതെ, ഞാൻ തന്നെയാ. ഉടനെ വന്നേക്കാം. ഞാൻ നമ്മുടെ വക്കീലാഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. എടോ ശങ്കരപിള്ളേ, താൻ ആ 110 നമ്പർ കേസിന്റെ പകർപ്പെടുത്ത് വക്കീലാഫീസിൽ കൊടുത്തേക്ക്. അത് കഴിഞ്ഞ മകരത്തിൽ തന്നെ ഡിഫോൾട്ടിഫിക്കേഷൻ ആയി പോയില്ലേ? ഏതായാലും താൻ ആ പകർപ്പൊന്ന് എടുത്ത് കൊടുക്ക്. കുഞ്ഞേ, ഇവന്റെ കാര്യം വക്കീൽ സാറിനോട് ഒന്ന് ശുപാർശ ചെയ്യണം. ശങ്കരപ്പിള്ള സണ്ണിച്ചായന്റെ പഴയ കാലം മുതലുള്ള ഗുമസ്തനല്ലേ? എന്ന് വെച്ച് കുഞ്ഞു പറയുന്നത് പോലെ ഞാൻ പറഞ്ഞാ ഏക്കൂ. ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളവനാ ഈ ചെറുക്കൻ. ഒന്ന് കരകയറ്റി വിട്ടാ കുഞ്ഞിന് പുണ്യം കിട്ടും. എന്തിനാ ഇയാൾ സമ്മാനം വാങ്ങിച്ചിട്ടുള്ളത്? മിഴിച്ചു നിൽക്കാതെ വാളർന്നങ്ങോട്ട് പറയടാ. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വീണ മത്സരത്തിൽ എനിക്കായിരുന്നു ഇത്തവണ 1ാം സമ്മാനം. വീണ പഠിച്ചിട്ടുണ്ടോ? അയൽ വീട്ടിൽ വീണ നന്നാക്കുന്ന ഒരു ആശാരിയുണ്ട്. അയാള് വായിക്കുന്നത് കേട്ട് അല്പസ്വല്പം. ഓഹോ, എങ്കിൽ ഈ വീണ എടുത്തുനിന്ന് വായിക്കൂ, കേൾക്കട്ടെ. ചെല്ല് മോനെ, ചെല്ല്.
ശങ്കരപ്പിള്ളേ, ഇവനെ ശരിക്ക് പഠിപ്പിച്ച മിടുക്കനായി വരും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കുഞ്ഞെ? കുഞ്ഞു മനസ്സ് വെച്ചാ 10-15 വർഷമായി ഞാൻ വീണ കൈകൊണ്ട് തൊട്ടിട്ട്. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കാലത്ത് എപ്പ വന്നാലും ഈ വീട്ടിൽ നിന്ന് വീണയുടെ സ്വരം കേൾക്കുമായിരുന്നു. ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം. കാലത്തും വൈകിട്ടും ഓരോ മണിക്കൂർ ഞാൻ ഇവനെ വീണ പഠിപ്പിക്കാം.